ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് ഇന്നലെ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു കോൺകേവ് ദർപ്പണം, ഒരു കോൺകേവ് മിററിൽ നമ്മൾ പിക്ചർ വരയ്ക്കുന്നതാണ് പഠിച്ചത്. ഓരോ പൊസിഷനിലും എങ്ങനെയാണ് അതിൻ്റെ ചേഞ്ചസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചിത്രം കൂടി വരച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പൊസിഷനും കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. സി, നമ്മൾ കർവ് വരച്ചു, പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, പോൾ വരച്ചു, ഫോക്കസ് വരച്ചു, സെന്റർ ഓഫ് കർവേച്ചർ വരച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ബിറ്റ്വീൻ സി ആൻഡ് എഫിലാണ് ഞാനിത് വെക്കുന്നത്. ബിറ്റ്വീൻ സി ആൻഡ് എഫിലാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസിക് റൂള് പ്രകാരം ഇതെങ്ങനെ വരയ്ക്കേണ്ടത്, നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കുക. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, സ്കെയില് യൂസ് ചെയ്യണം, എന്നാലേ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ കിട്ടുള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ബെഞ്ച് ഉണ്ടാവും. ആ ബെഞ്ച് കാരണം നമുക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് കൺവേർജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ കറക്റ്റ് പൊസിഷനിൽ കൺവേർജ് ചെയ്യണമെങ്കിൽ what we can do for that, by using scale. എന്നാൽ നമുക്കത് പെട്ടെന്ന് നല്ല വൃത്തിക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ എയിലേക്ക് കൺവേർജ് ചെയ്യിക്കും, ഫോക്കസിലൂടെ. അപ്പോൾ ഈ ഫോക്കസിലൂടെ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് പോകണം. തൽക്കാലം ഇത് ഏകദേശം ഒരു ചിത്രം. ഇനി അടുത്തത് ഫോക്കസിലൂടെ. ഓക്കെ, ഇപ്പൊ നമുക്ക് എവിടെ കിട്ടി, ഒബ്ജക്റ്റിനേക്കാളും വലിപ്പമുണ്ട് നമുക്ക് അല്ലെ. ഒബ്ജക്റ്റിനേക്കാളും വലിയ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് എവിടെ ഫോം ചെയ്തു, ബിയോണ്ട് സീല് ഫോം ചെയ്തു. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് സാറേ. ആ രീതിയിലാണെങ്കിൽ അപ്പം കാര്യം മനസ്സിലായാലും ഇത് ചെയ്യേണ്ടത് മനസ്സിലായാലേ? ഓക്കെ, നിങ്ങൾ ഈ സമയത്തിന് എന്താ മക്കളെ വരാത്തത്? ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ടൈമിങ്ങിന് നിങ്ങൾ ക്ലാസ്സിൽ എത്തിയാലല്ലേ നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഇത് വരുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മളിപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് വെച്ച പൊസിഷൻ, വസ്തു വെച്ചത് എവിടെയാണ്? സിക്കും എഫിനും ഇടയിലാണ്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. where we get the image, നമുക്ക് ഇമേജ് കറക്റ്റ് കിട്ടുന്നത് ബിയോണ്ട് സീൽ കിട്ടി. അപ്പൊ നമ്മൾ എന്താണ്, ബിയോണ്ട് സീൽ ഇമേജ് കിട്ടി, ബിയോണ്ട് സീൽ ഇമേജ് കിട്ടി, റിയലും ആണ്, അതേപോലെ തന്നെ ഇൻവേർട്ടഡും ആണ്. ഇനി ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്ജക്റ്റിനേക്കാളും വലുതാ. അപ്പം ഇതിനെ പറയുന്ന പേരാണ് മാഗ്നിഫൈഡ്. മാഗ്നിഫൈഡ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, എൻലാർജ് എന്നും പറയും. മാഗ്നിഫൈഡിന്റെ മറ്റൊരു പേരാണ്, സിനോണിംസ് ആണ്. അപ്പൊ എല്ലാവർക്കും ചിത്രം വരയ്ക്കുന്നത് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ഇമേജിന്റെ പൊസിഷൻ, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചിത്രം വരയ്ക്കുന്ന നിയമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഒരു ചിത്രം വരയ്ക്കാൻ ഈസി ആയിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പൊ നമ്മൾ ഏകദേശം ചിത്രം വരയ്ക്കാൻ പഠിച്ചു, ചിത്രത്തിന്റെ നിയമങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് അതിന്റെ അനാലിറ്റിക്കൽ മെത്തേഡാണ്. ഇപ്പൊ നമ്മളിത് ഗ്രാഫിക്കൽ മെത്തേഡാണ് കഴിഞ്ഞത്. അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് മാത്തമാറ്റിക്കലി നമുക്ക് സോൾവ് ചെയ്യാൻ.
അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ഇത്ര ഈ പൊസിഷനിൽ വെച്ചാൽ ഈ പൊസിഷനിൽ കിട്ടും. എന്നാൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാത്തമാറ്റിക്കലി നമുക്ക് ഇത് എങ്ങനെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദർപ്പണ സമവാക്യം. ദർപ്പണ സമവാക്യത്തിന്റെ ഇംഗ്ലീഷ് ആണ് മിറർ ഇക്വേഷൻ. ഓക്കെ, സോ മൂവിങ് ഓൺ. മിറർ ഇക്വേഷൻ. മിറർ ഇക്വേഷൻ. മിറർ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. മിറർ ഇക്വേഷൻ ഏതൊക്കെ പാരാമീറ്റേഴ്സുമായിട്ടാണ് കണക്ട് ചെയ്തത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു എന്താണ്, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r/2 ആണ്. ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു r/2. r എന്ന് പറഞ്ഞാൽ എന്താ, വക്രത ആരം, ഇംഗ്ലീഷിലെ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ? ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ എക്സാമിനേഷൻ. രണ്ട് ടൈമിൽ നിങ്ങളുടെ സീനിയേഴ്സിന്റെ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, അവർക്കുണ്ടായ സേ എക്സാമിനും ചോദിച്ച ചോദ്യമാണ്. മനസ്സിലായോ? അപ്പൊ ഇനി ഞാൻ ആരും അഡ്മിറ്റ് ചെയ്യുന്നില്ല, അപ്പം ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടി ശ്രദ്ധിക്കാം. ഈ റിലേഷൻഷിപ്പ് പബ്ലിക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് r ഈക്വൽ ടു f/2f. മാർക്കർ r is equal to എന്ത് കിട്ടി, r is equal to 2f എന്നാണ് റിലേഷൻ. ഇനി നമ്മൾ മിറർ ഇക്വേഷനിലേക്ക് വരുമ്പോൾ ഫോക്കൽ ലെങ്ത്തും ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ u ആണ്. u എന്ന് പറഞ്ഞാൽ വസ്തുവ്, പോളിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം. u എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് u. വാട്ട് അബൌട്ട് v? v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബത്തിന്റെ അകലം. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി f ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ പോളും ഫോക്കൽ ലെങ്ത് എന്താ പറയാ, മെയിൻ ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷനിലേക്ക് നമുക്ക് പോവാം. ആ ഇക്വേഷൻ ആണ് 1/f is equal to 1/v plus 1/u. എന്താണ് 1/f is equal to 1/v plus 1/u. ഇതിനെ നമ്മൾ അരിത്മെറ്റിക്കലി നമ്മളിതിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, f is equal to uv divided by u plus v. അപ്പൊ നമ്മൾ ഇതാദ്യം ഒരു ബോക്സിലാക്കാം. ഫൈനൽ ആൻസർ f is equal to uv divided by u plus v. ആദ്യം 1/f is equal to 1/v plus 1/u. That is f is equal to uv divided by u plus v. ഇനി അടുത്ത ഇക്വേഷൻ വരുന്നത് ശ്രദ്ധിക്കാം. അടുത്ത ഇക്വേഷൻ വരുന്നത് 1/f ആണ്. ഇപ്പോൾ കണ്ടത് നമുക്ക് 1/v കാണണം. 1/v equal to 1/f minus 1/u. അടുത്തതിൽ നമ്മൾ എന്ത് പറയും, uf divided by u minus f. അതാണ് v. അപ്പം v ന്റെ ഇക്വേഷൻസ് കിട്ടി. ശ്രദ്ധിക്കുക, 1/f is equal to 1/v plus 1/u. This equation is basic equation. Basic equation ആണിത്. അപ്പം ഇതിൽ നിന്ന് ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോൾ uv divided by u plus v. ഇനി അടുത്തത് 1/v is equal to, ഇനി നമുക്ക് v കാണണം ഈ ഇക്വേഷനിൽ നിന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, 1 second.
ഓക്കെ സി അപ്പം ഈ ഇക്വേഷൻസ് മനസ്സിലായോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ 1/f is equal to 1/v plus 1/u. This is the basic equation. അതിൽ നിന്ന് നമ്മൾ f is equal to uv divided by u plus v. രണ്ടാമത്തേത് 1/v is equal to 1/f minus 1/u. v is equal to uf by u minus f. ഇനി അടുത്തത് u ഉള്ള ഇക്വേഷൻസ് നോക്കാം. അപ്പോൾ u ഉള്ള ഇക്വേഷൻസ് 1/u is equal to 1/f minus 1/v. അടുത്തത് എന്ത് വരും? vf divided by v minus f. അതാണ് u ന്റെ ഇക്വേഷൻസ്. അപ്പോൾ ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻസ്. എഴുതി വെച്ചോളൂ. എല്ലാത്തിന്റെയും യൂണിറ്റ് സെന്റിമീറ്റർ ആണ് ട്ടോ. എഫിന്റെയും യുവിന്റെയും വിന്റെയും ഒക്കെ ഓൾ യൂണിറ്റ്സ് ആർ ഇൻ സെന്റിമീറ്റർ. എല്ലാം സെന്റിമീറ്ററിലാണ്. ഇത് എഴുതിയെടുക്കൂ. 1/f is equal to 1/v plus 1/u. Then f is equal to uv divided by u plus v. എഴുതിയെടുത്തോ? വേഗം എഴുതിയെടുക്കൂ. എല്ലാവരും പെട്ടെന്ന് എഴുതിയെടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എന്തായാലും ചോദിക്കും. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് അറിയണം. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായോ? എങ്കിൽ നമുക്ക് ഇനി ഒരു ടേമും കൂടി, ഒരു പാരാമീറ്റേഴ്സും കൂടി അറിയണം. ഇപ്പം നമ്മൾ കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും പ്രത്യേകത പറഞ്ഞ സമയത്ത് പ്ലെയിൻ മിററിനെ അപേക്ഷിച്ച് കോൺകേവും കോൺവെക്സും ഓരോ പൊസിഷനിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഓരോ സൈസിലാണ് നമുക്ക് ഇമേജ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സൈസിൻ്റെ റേഷ്യോ കാണണം അല്ലേ? സൈസ് ഓഫ് ദ ഒബ്ജക്റ്റും സൈസ് ഓഫ് ദ ഇമേജും നമ്മൾ കമ്പാരിസൺ നടത്തണം. ആ ഒരു പാരാമീറ്റർ ആണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർധനം എന്നാണ് മലയാളത്തിൽ പറയാം. അത് നമ്മൾ ഇമേജിൻ്റെ ഹൈറ്റും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും തമ്മിൽ എന്ത് ചെയ്യുക? ഒരു കമ്പയർ ചെയ്യുക. അത് വലുതാണോ ചെറുതാണോ നോക്കിയിട്ട്. അപ്പം നമ്മളവിടെ എം പോസിറ്റീവാണ്, പോസിറ്റീവായിട്ടാണ് എം നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് വിർച്വലും ഇറക്റ്റും ആയിരിക്കും. മനസ്സിലായോ? മറ്റേത് എന്തായിരിക്കും? നെഗറ്റീവാണ് എം നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി അത് ഒന്നാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. എം ഇസ് ഈക്വൽ ടു 1, എം ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. എം ഇസ് ഈക്വൽ ടു 1 കിട്ടുകയാണെങ്കിൽ സെയിം സൈസും, എം എന്താണ് 1നേക്കാൾ ചെറുതാണെങ്കിൽ അതെന്തായിരിക്കും നമുക്ക് കിട്ടുക? റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന ടേം കൂടി നമുക്ക് മാത്തമാറ്റിക്കലി എന്ത് ചെയ്യാം? എഴുതി നോക്കാം. ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മൾ ഇനി എഴുതാൻ വേണ്ടി പോകുന്നത് മാഗ്നിഫിക്കേഷൻ എന്ന ടേം ആണ്. മാഗ്നിഫിക്കേഷൻ ശ്രദ്ധിക്കുക. സ്മോൾ ലെറ്റർ എം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതിനെ നമ്മൾ എം ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് hi/ho ആണ്. അപ്പോൾ മൈനസ് വേണം അവിടെ, മൈനസ് hi/ho. ഇതിനെ നമ്മൾ വേറെ രീതിയിലും പറയും. എം ഇസ് ഈക്വൽ ടു മൈനസ് v/u. എം ഇസ് ഈക്വൽ ടു മൈനസ് v/u. എം ഇസ് ഈക്വൽ ടു മൈനസ് v/u. അങ്ങനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ കാണാം. അപ്പോൾ നമ്മളൊരു ചോദ്യം ചെയ്യുമ്പോഴേ നമുക്ക് അതെന്ത് ചെയ്യുള്ളൂ? നമുക്ക് വ്യക്തമായി മനസ്സിലാവുള്ളൂ. ഒരു ചോദ്യം കിട്ടുമ്പോഴേ നമുക്ക് അത് വ്യക്തമായി മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ചോദ്യം എഴുതാം. ആദ്യം ചോദ്യം എഴുതുന്നതിന് മുമ്പ് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ 1 മിനിറ്റ് സമയം തരാം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് പോവുക. അതോടൊപ്പം മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസും ചെയ്തോളൂ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. സാർ അത് v-u അല്ലേ? ആ മൈനസ് v/u. v-u ഇതല്ല, മൈനസ് v/u.
റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു പാരാമീറ്ററിനെ വേറെ ഒരു പാരാമീറ്ററിനോട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പം -v/u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇമേജിൻ്റെ ഹൈറ്റ് കൊണ്ട് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കിട്ടിയത് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് കാണും. അങ്ങനെയാണ് ചെയ്യാറ്. സർ, നമ്മൾ ഫസ്റ്റ് എന്ന ഇക്വേഷനിലെ m -hi/ho എന്നല്ലേ? ആ അതെ. ആ സർ, ബോർഡ് അധികം ക്ലിയർ ഇല്ല, അതാ ചോദിച്ചത്. ആണോ? ഞാൻ ഇത്രയും ബോർഡ് നല്ല വൃത്തിയിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലല്ലേ? സാർ ഇവിടെയൊക്കെ കാണുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തോളൂ. പറയുന്നതിനനുസരിച്ചിട്ട് എഴുതിക്കോളൂ. എന്നാൽ m = -v/u. m ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇമേജ് ഈസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. m ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ആ ഓപ്പണിംഗ് എൻഡ് എമ്മിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എഴുതുമ്പോൾ ഓപ്പണിംഗ് എൻഡ് എമ്മിൻ്റെ അടുത്തേക്ക് m ഗ്രേറ്റർ ദാൻ 1. അതെന്താണ്? ഇമേജസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. അടുത്തത് m ലെസ് ദാൻ 1. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. m equal to 1. Same size. m1 കിട്ടിയാൽ തന്നെ മനസ്സിലാക്കാം. m1 ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം സെയിം സൈസ് ആയിരിക്കും. സെയിം സൈസ് എന്ന് പറഞ്ഞാൽ അറ്റ് സീലായിരിക്കും ആ ഒബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മളിത് ആക്ച്വലി നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? അനാലിറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്യണം. അനാലിറ്റിക്കൽ മെത്തേഡാണ് ഇത്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്ന മെത്തേഡാണ്. അതാണ് അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയാം. അനാലിറ്റിക്കൽ മെത്തേഡ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. അതൊന്നും പഠിക്കാനില്ല. അനാലിറ്റിക്കൽ മെത്തേഡ് എന്നൊന്നും നമുക്ക് പഠിക്കാനേ ഇല്ല. ഞാൻ നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആകെ മിറർ ഇക്വേഷൻസും മാഗ്നിഫിക്കേഷനും കാണാൻ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ, കാര്യമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ പോൾ എന്താണ്, ഇതിൻ്റെ ഡെഫിനിഷൻസ് എന്താണ്, അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയോ? ആ നോട്ട്സ് കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. ഒന്ന് നിങ്ങൾക്ക് ആ നോട്ട്സ് കിട്ടിയോ? നിങ്ങൾക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ട്സ് കിട്ടിയോ? ജയസാർ വാട്സപ്പിൽ തന്നിട്ടുണ്ടോ? ഒരു നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കോൺവെക്സും കേവിന്റെ മാത്രമേ കിട്ടി. വേറൊന്നും കിട്ടില്ല. മാത്രമുള്ളതേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സും കൂടി ഞാൻ അയച്ചു തരാം കേട്ടോ. ഇന്നോ നാളായിട്ട് ഞാൻ ജയസാറിൻ്റെ കയ്യിൽ അയച്ചു കൊടുക്കുക. അത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? അത് എഴുതിയെടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഈ പഠിച്ച കാര്യം ഒന്ന് നമ്മളൊന്ന് പ്രാവർത്തികമാക്കി നോക്കാം. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ ചെയ്തു നോക്കാം. എഴുതിക്കോളൂ. an object of height. ആദ്യം ഇംഗ്ലീഷ് മീഡിയം എഴുതിക്കോളൂ, എന്നിട്ട് മലയാളം മീഡിയം എഴുതാം. അവിടെ പാർഷ്യാലിറ്റി കാണിച്ചതല്ല മക്കളെ, കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് അവർ ആദ്യം എഴുതിയിട്ട് നമുക്ക് മലയാളം മീഡിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എഴുതിക്കോളൂ. an object of height 5 centimeter. an object of height 5 centimeter. an object of height 5 centimeter which is placed in front of a concave mirror. Which is placed in front of a concave mirror. Which is placed in front of a concave mirror at a distance of 15 centimeter. At a distance of 15 centimeter. An object of height 5 centimeter which is placed
in front of a concave mirror of distance 15 centimeter and its focal length 30 centimeter. Calculate position of the image magnification, nature of the image. നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജിൻ്റെയും നമ്മൾ മൈനസ് സൈൻ ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ മക്കളെ. കാരണം ഹൈറ്റ് എപ്പോഴും നമ്മൾ നെഗറ്റീവ് എടുക്കില്ലല്ലോ, അതറിയില്ലേ? ഹൈറ്റ് നമ്മൾ എപ്പോഴും നെഗറ്റീവ് എടുക്കാറുണ്ടോ? ഹൈറ്റ് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കാറ്. അപ്പോൾ അത് അങ്ങനെ എഴുതണമെന്നില്ല. -v/u എന്ന് എഴുതണം. അത് പെർമനൻറ്റ് ഇക്വേഷൻസ് ആണ്. ഓക്കെ, എനിവേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ബേസിക് ഇൻഫോർമേഷൻ ഓർ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അത് ഈ പ്രോബ്ലത്തിന് താഴെ എഴുതാനുള്ള റീസൺ അത് ഈ പ്രോബ്ലത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അല്ലെങ്കിൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നാണ് പറയുക. എന്നാലും നിങ്ങൾ ന്യൂ ഒന്നും എഴുതണ്ട, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എഴുതാം. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന് പ്രധാനമായിട്ടും നമ്മളൊരു 3 റൂൾസാണ് ഫോളോ ചെയ്യുക. 3 റൂള് നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം, ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എന്താണ്? ഇൻ കോൺകേവ് മിറർ ദ ഫോക്കൽ ലെങ്ത് ആൻഡ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് നെഗറ്റീവ്. അതാണ് ഫസ്റ്റ് അറിയേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഒബ്ജക്റ്റ് എന്താ പറയുക, ഇറക്റ്റ് ആണെങ്കിൽ അത് പോസിറ്റീവും ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് നെഗറ്റീവും ആയിരിക്കും. അപ്പം നമ്മൾ ആ ചിത്രത്തിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു കോൺകേവ് മിറർ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, നമ്മളൊരു കോൺകേവ് മിറർ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ കോൺകേവ് മിറർ. ഈ കോൺകേവ് മിറർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ കോൺകേവ് മിററിന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന എല്ലാ പാരാമീറ്റേഴ്സും പോസിറ്റീവാണ്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് വരുന്ന എല്ലാ പാരാമീറ്റേഴ്സും നെഗറ്റീവുമാണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നത് പോസിറ്റീവും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്നത് എന്താണ്, നെഗറ്റീവുമായിരിക്കും. അത് പ്രകാരം എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പം ഞാനൊരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നും ഇങ്ങോട്ടേക്കാണ് മെഷർ ചെയ്യുക കോൺകേവില്. അപ്പം ഇത് നെഗറ്റീവാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇവിടെ തന്നെയാണ് ഫോക്കൽ ലെങ്ത് ഉള്ളത്. അപ്പോൾ ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് നെഗറ്റീവാണ്. അപ്പോൾ ഒരു കോൺകേവ് മിററിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, അതിൻ്റെ യു നെഗറ്റീവാണ്, എഫ് നെഗറ്റീവാണ്. ഇനി ഇമേജ് ഡിസ്റ്റൻസ് എന്താ പറയുക, ഓൾമോസ്റ്റ് നെഗറ്റീവാണ്. ഓൾമോസ്റ്റ് നെഗറ്റീവ് കേസസ് ആണ്. എക്സെപ്റ്റ് ഒരു പൊസിഷനിൽ മാത്രമേ അത് പോസിറ്റീവ് കാണിക്കുകയുള്ളൂ. അത് ഏത് പൊസിഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഈ വി എന്നുള്ള സാധനം നമ്മൾ പിക്കും എഫിനും ഇടയിൽ വെക്കുമ്പോൾ നമുക്ക് ബിഹൈൻഡ് ദ മിററാണ് കിട്ടുക. മിററിന്റെ അപ്പുറം ഇവിടാണ് കിട്ടുക. ആ മിററിൻ്റെ വലിയ ഇമേജ് ആയിട്ട് നമുക്ക് ഈ സൈഡിൽ കിട്ടും. അപ്പം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന സാധനമൊക്കെ പോസിറ്റീവാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എഫിന്റെയും ബിന്റെയും ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് ഇമേജ് നമുക്ക് കിട്ടുക ബിഹൈൻഡ് ദ മിററാണ്. ബിഹൈൻഡ് ദ മിറർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് നമുക്ക് എവിടെ മാത്രമേ വി കിട്ടുള്ളൂ, പിന്റെയും എഫിന്റെയും ഇടയിൽ, ബിറ്റ്വീൻ പി ആൻഡ് എഫ്. അപ്പൊ ഈ ഇത്ര പൊസിഷനിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ,
നമുക്ക് ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചോളൂ എല്ലാവരും, ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ അതിന്റെ യുവും എഫും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി പി എന്താണ്? ഓൾമോസ്റ്റ് നെഗറ്റീവ് ആണ്, എക്സെപ്റ്റ് എവിടെയാണ് വി പോസിറ്റീവ് ആവുന്നത്? എവിടെയാണ്? പിക്കും എഫിനും വെക്കുന്ന സമയത്ത്. പിക്കും എഫിനും വെക്കുന്ന സമയത്ത് നമുക്ക് ബിഹൈൻഡ് ദ മിറർ ആണ് കിട്ടുക. ഈ ദർപ്പണത്തിന്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുക. എല്ലാവർക്കും മനസ്സിലായോ? സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല സർ. എന്നാ ആ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതിക്കോളൂ. ആ ചോദ്യത്തിലേക്ക് ഉത്തരം എഴുതുമ്പോൾ എല്ലാവരും ഇവിടെ ഓൾമോസ്റ്റ് ആളുകൾക്കും മാത്തമാറ്റിക്കലായിട്ട് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള കുട്ടികളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അത് നിങ്ങൾ മനസ്സിലാക്കി തരാം. അതായത് ഓക്കെ, സജീദ് റഹ്മാൻ മലയാളത്തിൽ പറഞ്ഞുതരാം കേട്ടോ. വെയിറ്റ്. നമ്മൾ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ആദ്യം ഒരു ചോദ്യം ഒരു തവണയെങ്കിലും നിങ്ങൾ നല്ല വൃത്തിക്ക് വായിക്കാം. വായിച്ചതിന് ശേഷം തന്നത് ഗിവൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചോദ്യത്തിൽ തന്നത് എഴുതിയെടുക്കാം. ഈ ചോദ്യത്തിലെ പ്രത്യേകത എന്താ? നമ്മൾ ഗിവൺ എന്ന് എഴുതുന്ന സാധനം കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിലൂടെ എഴുതണം. അപ്പം ഞാൻ പറയാണ്, ഈ ചോദ്യം മുകളിൽ തന്ന ചോദ്യം എന്താണ്? മുകളിൽ തന്ന ചോദ്യം മലയാളം മീഡിയക്കാർ എഴുതിയെടുത്തോളൂ. 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വസ്തു, 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വസ്തു 15 സെൻറ്റിമീറ്റർ അകലെ, 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വസ്തു 15 സെൻറ്റിമീറ്റർ അകലെ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. അതിൻ്റെ ഫോക്കൽ ദൂരം 30 സെൻറ്റിമീറ്റർ ആയാൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എത്രയായിരിക്കും? അതിൻ്റെ ഫോക്കൽ ദൂരം 30 സെൻറ്റിമീറ്റർ ആയാൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എത്രയായിരിക്കും? പ്രതിബിംബത്തിൻ്റെ ആവർത്തനം, മാഗ്നിഫിക്കേഷൻ എന്നാണ് ആവർത്തനത്തിൻ്റെ ഇംഗ്ലീഷ്. ആവർത്തനവും സ്വഭാവവും എഴുതുക. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. തന്നത് എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് നമുക്കറിയുന്ന കാര്യം, കാർട്ടീഷ്യൻ ചിഹ്നരൂപ പ്രകാരം, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം ഒരു കോൺകേവ് ആണെങ്കിൽ, ഞാൻ ചെറുപ്പം മുതലേ, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത്, ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നത് അംറാസ് മാത്രമാണ് ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരും MMH സ്കൂളിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നെ ഫിസിക്സ് പഠിപ്പിച്ച സാറ് ഹസൻ സാറാണ്, ഇപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളാണ് സാറ്. മൂപ്പര് ആഴ്ചയിൽ എപ്പോഴെങ്കിലൊക്കെ വരുന്ന ഒരു സാറാണ്. അപ്പം ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റാണ് സാറ്. അപ്പോൾ സാറ് പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട രീതിയിലാണ്. അപ്പോൾ സാറ് എന്താ പറയുക, സ്പോട്ട് പണിഷ്മെൻറ്റിൻ്റെ ആളാണ്. സ്പോട്ടാണ് പണിഷ്മെൻറ്റ്, അല്ലാതെ 25 പ്രാവശ്യം എഴുതി വരൂ, 500 പ്രാവശ്യം എഴുതി വരൂ, അങ്ങനെയല്ല. സ്പോട്ട് പണിഷ്മെൻ്റാണ് സാറ് നടത്താറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോയ്സ് ഓൺലി സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഭയങ്കര കച്ചറകളായിരിക്കുന്നു, ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അന്നെന്ന് പറയുമ്പം ഒരു ഇംഗ്ലീഷ് മീഡിയവും ബാക്കി മൊത്തം മലയാളം മീഡിയം സാറ് പഠിക്കുന്ന സമയത്ത് 11 ഇയേഴ്സ് ബാക്കാണ് സാർ 10ാം ക്ലാസ് കഴിഞ്ഞത്. അപ്പോൾ ആ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാർ എപ്പോഴും ഉള്ളൊരു ടെൻഡൻസിയാണ് സാർ ബോർഡുമിലേക്ക് വിളിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുക. അപ്പം നമ്മൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സ്പോട്ട് പണിഷ്മെൻറ്റ് തരും. അപ്പം ഇവിടെ ഞാൻ പഠിച്ച ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ഇത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് സാറ് മലയാളം മീഡിയമാണ് പഠിച്ചത്. അപ്പം അവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കോൺകേവ് ദർപ്പണമാണ് തന്നതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺകേവ് മിററാണ് തന്നതെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ നമ്മളെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുക, മറക്കാതൊക്കെ വേണ്ടിയിട്ട് ആ കോൺകേവ് മിറർ അങ്ങോട്ട് എന്ത് ചെയ്യും? റൗണ്ട് ചെയ്യും. ആ കോൺകേവ് മിറർ അങ്ങോട്ട് എന്താ പറയുക, റൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ അതിൻ്റെ മുകളിൽ വേഗം എന്ത് ചെയ്യും?
യു ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എന്ന് എഴുതി വെച്ചാൽ എന്താ ചെയ്യുക, ആ മിറർ എന്ത് ചെയ്യും, റൗണ്ട് ചെയ്തിട്ട് അതിന് വേഗം അതിന് ഇൻഫർമേഷൻ എഴുതി വെക്കും. യു ഇസ് ഈക്വൽ ടു നെഗറ്റീവ്, എഫ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളത് മറക്കൂല. അങ്ങനെയായിരുന്നു ചെയ്ത്. അതെന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ അടി ഭയങ്കര പെയിനാട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് അടി വാങ്ങാനിട്ട്. ഞാൻ പൊതുവെ അടി വാങ്ങാറില്ല, ചീത്ത കേൾക്കാറുണ്ട് കേട്ടോ. ഞാൻ അമിതമായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ചീത്ത കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് അടി അങ്ങനെ ഞാൻ കിട്ടിക്കാറില്ല. കാരണം എനിക്ക് പേടിയാണ്. നമുക്കൊരു പേടിയുള്ള കാര്യം നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്കധികം സോഷ്യലാണ് ഭയങ്കര ടഫ് സബ്ജക്റ്റ്. ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഈസിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ സോഷ്യൽ ഞങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, അംറാസിന് അറിയില്ല. അപ്പോൾ ആ സാറ് റിട്ടയർഡായി, എന്നെ പഠിപ്പിച്ച സാറ്. അപ്പോൾ ആ സാറ് അടിപൊളി സാറായിരുന്നു. അപ്പോൾ മൂപ്പര് എന്താ പറയുക, ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ ഓരോ നമ്മൾ സ്ട്രിക്ട്നെസ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നല്ല അടിയൊക്കെ ആയിരുന്നു, നല്ല അടി കിട്ടും എന്ന് വെച്ചാൽ പരക്കെ അടിയാണ്. ഉത്തരം കിട്ടണ വരെ നമ്മളെ വയ്യാതെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തോൽവികളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 5-ൽ 6ലേക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ പഠിക്കുമ്പോൾ 5-ൽ നിന്ന് 6ലേക്ക് ജയിക്കുന്ന സമയത്ത് 6 കുട്ടികളൊക്കെ തോക്കും, 6-7 കുട്ടികൾ തോക്കും. 6-ന്ന് 7ലേക്ക് കൂട്ടുമ്പോൾ തോക്കും, 8-ന് 9-ന്ന് തോക്കും. ഇപ്പം തോൽവിയില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് സുഖം 5ാം ക്ലാസ്സിൽ കണ്ട എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് 10 വരെ കാണാൻ പറ്റും. നമുക്ക് അങ്ങനെയല്ല. നമ്മൾ 5ാം ക്ലാസ്സിൽ കാണുന്ന ആൾ 6ാം ക്ലാസ്സിൽ നിന്ന് കുറച്ച് 6 കുട്ടികൾ തോക്കും. 6-ന്ന് 7ലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനും കുറച്ച് കുട്ടികൾ തോക്കും. അപ്പം നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. അപ്പം നമ്മൾ ഈ തോൽവിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. അങ്ങനെയുണ്ട്. അപ്പം അടി കിട്ടാൻ നമ്മളെ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ചെയ്യുക. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും അങ്ങനെ തന്നെ. നമ്മൾ എന്തിനും നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു സിംപ്ലിസിറ്റി കണ്ടെത്താം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ കാര്യം എങ്ങനെ മനസ്സിലാക്കാമെന്ന് നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുപോവുക. അപ്പം നിങ്ങൾ പിന്നെ ജീവിതത്തിൽ മറക്കൂല. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കാരണം, നിങ്ങൾ ഏത് മിററാണോ തന്നെ അതിന് റൗണ്ട് ചെയ്യാം. അതിനെ റൗണ്ട് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ കോൺകേവ് മിററാണ് ഇപ്പോൾ തന്നതെങ്കിൽ അത് റൗണ്ട് ചെയ്തിട്ട് എപ്പം തന്നെ മേലെ എഴുതി വെക്കുക, യു നെഗറ്റീവ് എഫ് നെഗറ്റീവ് എന്ന് എഴുതി വെക്കുക. എന്നാൽ പിന്നെ നിങ്ങൾ മറക്കൂല. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കാര്യം. അപ്പം നിങ്ങൾ ഗിവൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ എടുത്ത് എഴുതുമ്പോൾ വിത്ത് കാർട്ടീഷ്യൻ സൈനും കൂടിയും കൊടുക്കണം. എന്നിട്ട് തന്ന വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഇക്വേഷനാണ് ഇനി എന്താ പറയുക ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. അതിന് മുമ്പാകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഗിവൺ പാരാമീറ്റേഴ്സും തന്ന എല്ലാ കാര്യങ്ങളും ഒരേ യൂണിറ്റിലാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഒരേ യൂണിറ്റിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഇക്വേഷൻസിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എന്താണോ ആ യൂണിറ്റും കൂടി എഴുതിയിട്ട് 2 വര വരച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ഒന്നെങ്കിൽ യൂണിറ്റ് മാറ്റാൻ മറന്നുപോയിണ്ടാവും, പിന്നെ ഇക്വേഷൻസ് തെറ്റിയിട്ടുണ്ടാവും. ഇനി ഇക്വേഷൻസ് കറക്റ്റാണ്, ഫൈനൽ ആൻസർ തെറ്റി, എന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഫിസിക്സിൽ കിട്ടൂല കേട്ടോ. ഫിസിക്സിലെ നിയമം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് അടക്കം എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ആ കുട്ടി ഉത്തരം എഴുതിയിട്ട് യൂണിറ്റ് എഴുതാൻ മറന്നുവെങ്കിൽ ആ കുട്ടിക്ക് 1.5 മാർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ ജയിപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് 2 മാർക്ക് കിട്ടരുന്നില്ല. 1.5 മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, എല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് യൂണിറ്റാണെന്ന് മനസ്സിലാക്കി യൂണിറ്റും കൂടി എഴുതിയാലേ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1.5. അതാണ് നിങ്ങൾ ചില സമയത്ത് കൂട്ടി നോക്കുമ്പോൾ എന്ത് ചെയ്യാത്തത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് ആൻസർ പേപ്പറിൽ കിട്ടാത്തത്. നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ നിയമം നിങ്ങളായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് കോൺകേവ് മിററാണ് തന്നത്. അപ്പം നിങ്ങൾക്ക് യു നെഗറ്റീവാണെന്നറിയാം, എഫ് നെഗറ്റീവാണെന്നറിയാം. അപ്പം ഗിവൺ എഴുതിക്കോളൂ. ഗിവൺ മലയാളം മീഡിയക്കാർ തന്നത് യു ഈക്വൽ ടു -15 സെൻറ്റിമീറ്റർ. യു സമം -15 സെൻറ്റിമീറ്റർ. എഫ് സമം എഫ് ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ. -30 സെൻറ്റിമീറ്റർ. ഇനി we know that അതായത് 1/f is equal to 1/v plus 1/u. എഴുതിക്കോളൂ. We know that 1/f is equal to 1/v plus 1/u.
വി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് ഇടണേ. വി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. വി ആണല്ലോ കാണേണ്ടത്. സോ അതിൽ നിന്ന് വി കാണേണ്ട ഇക്വേഷൻ എന്താ? വി ഈക്വൽ ടു യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. ആ ചോദ്യത്തിൻ്റെ സൈഡിൽ നോട്ട്, ആ ചോദ്യത്തിൻ്റെ സൈഡിൽ നോട്ട്, NOTE നോട്ട്, സൈഡിൽ നോട്ടിന് എഴുതിയിട്ട് താഴെ എഴുതാം. മൈനസ് ഇൻറ്റു മൈനസ് ഈക്വൽ ടു പ്ലസ്. മൈനസ് ഇൻറ്റു മൈനസ് ഈക്വൽ ടു പ്ലസ്. അതിൻ്റെ താഴെ അതിൻ്റെ എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ മൈനസ് 10 ഇൻറ്റു മൈനസ് 10. മൈനസ് 10 ഇൻറ്റു മൈനസ് 10 ഈക്വൽ ടു 100. ഈക്വൽ ടു 100. പ്ലസ് 100 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് 100 തന്നെ എഴുതാം. അടുത്തത് രണ്ടാമത്തത് മൈനസ് ഇൻറ്റു പ്ലസ്. മൈനസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു മൈനസ്. മൈനസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു മൈനസ്. എക്സാമ്പിൾ മൈനസ് 10 ഇൻറ്റു പ്ലസ് 10. മൈനസ് 10 ഇൻറ്റു 10. 10 എഴുതിയാൽ മതി, പ്ലസ് 10 എഴുതണമെന്നില്ല. മൈനസ് 10 ഇൻറ്റു 10 ഈക്വൽ ടു മൈനസ് 100. മൈനസ് 100. ഇനി മൂന്നാമത്തത് പ്ലസ് ഇൻറ്റു മൈനസ്. പ്ലസ് ഇൻറ്റു മൈനസ്. പ്ലസ് ഇൻറ്റു മൈനസ് ഈക്വൽ ടു മൈനസ്. പ്ലസ് ഇൻറ്റു മൈനസ് ഈക്വൽ ടു മൈനസ്. എക്സാമ്പിൾ എഴുതിക്കോളൂ. 10 ഇൻറ്റു മൈനസ് 10. 10 ഇൻറ്റു മൈനസ് 10 ഈക്വൽ ടു മൈനസ് 100. മൈനസ് 100. അടുത്തത് പ്ലസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു പ്ലസ്. പ്ലസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു പ്ലസ്. പ്ലസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു പ്ലസ്. എക്സാമ്പിൾ 10 ഇൻറ്റു 10 ഈക്വൽ ടു 100. 10 ഇൻറ്റു 10 ഈക്വൽ ടു 100. Please keep the box. All of you make a small box for that. എല്ലാവരും അത് ബോക്സിലാക്കിയോ? ഓക്കെ. ഇനി മക്കള് ചെയ്യാം. എഴുതിക്കോളൂ. വി സമം ഏതാ? വി സമം വി ഈക്വൽ ടു മൈനസ് 15 ഇൻറ്റു മൈനസ് 30. മൈനസ് 15 ഇൻറ്റു മൈനസ് 30 divided by minus 15 ആ ഇക്വേഷൻ്റെ മൈനസ് മൈനസ് 30 എഫിൻ്റെ മൈനസ്. അപ്പം എഫിൻ്റെ മൈനസും ഇക്വേഷൻ്റെ മൈനസും കൂടി ഗുണിച്ചാൽ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പം ആ ഭാഗം പ്ലസ് ആയി മാറും. അപ്പം മേലെ മൈനസ് ഇൻറ്റു മൈനസാണ്, അത് പ്ലസ് ആണ്. അപ്പം മൈനസ് 15 ഇൻറ്റു മൈനസ് 30 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ആ വാല്യൂ ആയിരിക്കും. എത്രയാണോ ഗുണിച്ചിട്ട് കിട്ടുന്നത് ആ വാല്യൂ ഡിവൈഡഡ് ബൈ മൈനസ് 15 മൈനസ് എന്നുള്ള ആ ഇക്വേഷൻ്റെ മൈനസ്, പിന്നെ മൈനസ് ആ ഫോക്കൽ ലെങ്ത്തിൻ്റെ മൈനസ് 30. ആ മൈനസും പ്ലസ് ആവും. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? അംശഛേദത്തിൽ എന്ത് വരും? മൈനസ് 15 പ്ലസ് 30 വരും. മൈനസ് 15 പ്ലസ് 30 ഡിനോമിനേറ്റർ ഛേദത്തിൽ വരും. അപ്പോൾ ഫൈനൽ ആൻസർ എഴുതിക്കോളൂ. മൈനസ് 15ഉം മൈനസ് 30യും തമ്മിൽ എത്രയാണ് കിട്ടുക? 450 അല്ലേ? 450 കിട്ടും അല്ലേ? മുകളിൽ 450 കിട്ടും. 450 ഡിവൈഡഡ് ബൈ
30 15 കുറച്ചാൽ എത്രയാണ്? -15 + 30 ആണ്. വലുതെന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടാം. അങ്ങനെ പഠിച്ചേ. വലുതെന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടാം. വലുത് എന്ന് പറഞ്ഞാൽ 30 ആണ്, +30. ചെറുത് എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ വലുതെന്നും ചെറുത് കുറച്ചോളൂ. 30 15 പോയാൽ 15. 15ന്റെ ചിഹ്നം 15ന് എന്താ വരാ? പോസിറ്റീവ് അല്ലേ വരാ? ബിക്കോസ് വലുതിന്റെ ചിഹ്നം വത്തെയാണ് നമ്മൾ നോക്കുക. അപ്പം 450 / 15 എന്നുള്ള ഉത്തരം കിട്ടും അല്ലേ? 450 / 15. അപ്പം അത് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതെത്ര? നിങ്ങൾക്ക് എത്ര കിട്ടാ? 30 അല്ലേ കിട്ടാ? 30 + 30 ആണ്. b = +30 ആണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ആള് ഉത്തരം പറയണേ. ഞാൻ ചോദിക്കുന്ന ആൾ ഉത്തരം പറയണം. അറിഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഈ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ ഉത്തരം പറയണം. ഓക്കെ. ആരോമൽ പറഞ്ഞോളൂ. ആരോമൽ, ഇപ്പം നമുക്ക് കിട്ടിയത് V30 ആണ്. അപ്പോൾ V എന്നുള്ള സംഗതി പോസിറ്റീവ് ആവാ ഏത് കണ്ടീഷനിലാണ്? V എന്നുള്ളത് പോസിറ്റീവ് ആവാ ഏത് കണ്ടീഷനിലാണ്? പറഞ്ഞോളൂ ആരോമൽ. ആരോമലിന് അറ്റൻഡൻസ് ഇല്ല കേട്ടോ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് വാ തുറന്ന് പറയാൻ കഴിയില്ലേ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് വാ തുറന്ന് ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഞാൻ പറയുന്നതിന് റെസ്പോണ്ട് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യില്ല കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ എന്താ കമ്പ്യൂട്ടറിനോ മാത്രം സംസാരിക്കുന്ന രീതി ഇവിടെ ഫോളോ ചെയ്യാൻ കഴിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വേറെ ആളായിരിക്കും, ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വരില്ല. നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾ റെസ്പോണ്ട് തന്നില്ലെങ്കിൽ പിന്നെ എന്താ അത്? ഞാൻ എന്താ ഇവിടെ പ്രതിമയോടാണ് സംസാരിക്കുന്നത്? ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. അറിയെങ്കിൽ അറിയാം സാർ ഞാൻ പറയാമെന്നും പറയണം. ചോദിക്കുമ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്. ഇനി അത് ഞാൻ ആവർത്തിക്കൂല കേട്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കുന്ന സ്പോട്ട് പറയാൻ കഴിയണം. ഓക്കെ. അദ്വൈത് പറഞ്ഞോളൂ. പറഞ്ഞോളൂ, എന്താണ് ബി പോസിറ്റീവ് ആണെന്ന് പറയുമ്പോ എവിടെയായിരിക്കും ഇമേജ്? അറിയോ അദ്വൈത്? ഇല്ല. ശ്രദ്ധിച്ചോളൂ, എല്ലാവരോടും ശ്രദ്ധിച്ചോളൂ. അതാണ് ഞാൻ പറയുന്നത്, ഒരു കാര്യം മനസ്സിലാക്കുന്ന രീതിക്കുള്ള വ്യത്യാസമാണ്. ഏത് പൊട്ടന്മാർക്കും ഇതൊരു തവണ കേട്ടാൽ മനസ്സിലാവും. നിങ്ങളിത് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ പ്രോബ്ലത്തിലേക്ക് വന്നത്. വി എന്നുള്ള സംഗതി എല്ലാ സ്ഥലത്തും നെഗറ്റീവാണ്, ഒരു സ്ഥലത്ത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒബ്ജക്റ്റ് എവിടെ വെക്കുമ്പോൾ മാത്രമാണ് പിക്കും എഫിനും ഇടയിലാണെന്ന് വെണ്ടക്ക അക്ഷരത്തിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ഓൺലൈനിൽ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത്? ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കോൺകേവ് മിററിൽ വി എന്നുള്ള സാധനം ഒരിക്കൽ മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. അതെവിടെയാണ്? പിക്കും എഫിനും ഇടയിലാണ്. അപ്പൊ നിങ്ങൾക്ക് വി പോസിറ്റീവ് ഉത്തരം കിട്ടിയാൽ അത് ആ ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? പിക്കും എഫിനും ഇടയിലായിരിക്കും. പിക്കും എഫിനും ഇടയിൽ ഉണ്ടാവുമ്പോൾ വിക്ക് പ്രത്യേക സ്വഭാവമായിരിക്കും. കാരണം നോർമലി ഒരു കോൺകേവ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. എന്നാൽ ഈ പി ആൻഡ് എഫിൽ മാത്രമായിരിക്കും എന്ത്? വിർച്വലും ഇറക്റ്റും. അതാണ് ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത്. വെറുതെ ബൈഹാർട്ട് പഠിക്കാന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ ക്രമങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിൻ്റെ എന്ത് എഴുതണം? നേച്ചർ എഴുതണം. ഇനി എല്ലാവരും മാഗ്നിഫിക്കേഷൻ കണ്ടോളൂ. ഏത്? V is positive, so object is in between P and F, so the image will be formed behind the mirror. V പോസിറ്റീവ് ആയതിനാൽ വസ്തു പിക്കും എഫിനും ഇടയിലാണെന്ന് മനസ്സിലായി. V പോസിറ്റീവ് ആയതിനാൽ വസ്തു പിക്കും എഫിനും ഇടയിലാണെന്ന് മനസ്സിലായി.
അതുകൊണ്ട് രൂപപ്പെടുന്ന പ്രതിബിംബം ദർപ്പണത്തിന് പിന്നിൽ ആയിരിക്കും. രൂപപ്പെടുന്ന പ്രതിബിംബം ദർപ്പണത്തിന് പിന്നിൽ ആയിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മക്കളെ രാവിലെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത്? ഒരു കാര്യം പറയുമ്പോൾ റെസ്പോണ്ട് പോലും ഈ ക്ലാസ്സിലില്ല. എന്തിനാ പിന്നെ നിങ്ങൾ ഈ ഓൺലൈൻ കഷ്ടപ്പെട്ട് ഇവിടെ ക്ലാസ് കേൾക്കുന്നത്? എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ഇവിടെ കഷ്ടപ്പെട്ട് രാവിലെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഞാനല്ല എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്, നിങ്ങളാണ് എക്സാം എഴുതുന്നത്. എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ എങ്ങനെ ഇനി പഠിച്ചാലും വേണ്ടിയില്ല. ഞാൻ എടുത്തിരുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ കേട്ടോ. എനിക്കൊരു നഷ്ടമില്ല ഇവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ, അല്ലാതെ സാറിനൊരു നഷ്ടമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്. പഠിക്കേണ്ടതും മാർക്ക് വാങ്ങേണ്ടതും നിങ്ങൾക്കാണ്, എനിക്കല്ല. പറയുന്ന കാര്യം വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് പഠിക്കാനുള്ള കോമൺ സെൻസ് പോലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. വളരെ ലളിതമായിട്ട് ഞാൻ ഓരോ കാര്യം പറഞ്ഞു തരുമ്പോൾ അതുപോലും മനസ്സിലാക്കാൻ കഴിയില്ല വെച്ചാൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വരുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ? അപ്പം ഞാൻ പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾ ഇനി ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അടുത്തൊരു ചോദ്യം കൂടി ഞാൻ തരാം. ആ ചോദ്യത്തിന് നിങ്ങൾ സ്വന്തം ഉത്തരം എഴുതണം. ഞാൻ ഓരോന്ന് ചോദിക്കും. ഇനി നോട്ട് എഴുതിക്കോളൂ. നോട്ട്, NOTE, നോട്ട്. അടുത്ത നോട്ട് ചെയ്തു. ഇനി നമ്മൾ കോൺകേവ് മിററിന്റെ ഫീച്ചർ മൊത്തം പറഞ്ഞു. കോൺവെക്സ് മിറർ ആയാൽ എന്താ ചെയ്യുക? കോൺവെക്സ് മിറർ ആയാൽ എഴുതിക്കോളൂ, U is equal to negative, F is equal to positive, സ്മോൾ f ആണ് ഫോക്കൽ ലെങ്ത്. F is equal to positive, V is equal to positive. അപ്പോൾ ഒരു കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ U നെഗറ്റീവ് ആയിരിക്കും, F പോസിറ്റീവ് ആയിരിക്കും, B പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ആ ചോദ്യത്തിന്റെ ബാക്കി ഭാഗം ചെയ്തോളൂ. മാഗ്നിഫിക്കേഷൻ M equal to minus V by U. കണ്ടോളൂ, സ്വയം കണ്ടോളൂ. -V by U. ഇതിൽ നിങ്ങൾക്ക് M പോസിറ്റീവ് കിട്ടണം, എന്നാൽ മാത്രമേ നിങ്ങളത് ശരിയാവുള്ളൂ. M പോസിറ്റീവ് കിട്ടണം എന്ന് പറഞ്ഞാൽ M പോസിറ്റീവ് ആണ് വിർച്വലും ഇറക്റ്റും. നമ്മൾ ഓൾറെഡി ഇതിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു വിർച്വലും ഇറക്റ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് M പോസിറ്റീവ് തന്നെ കിട്ടണം. ഞാൻ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്, M പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ വിർച്വലും ഇറക്റ്റ് ആവുള്ളൂ എന്ന്. അപ്പോൾ M എഴുതിക്കോളൂ, M is equal to -V by U. ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. വേദു -30 divided by -15 equal to 2 അല്ലേ കിട്ടുന്നത്? യെസ്, 2 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താ പറയാ, 2 പോസിറ്റീവ് ആണ്, അപ്പം വിർച്വലും ഇറക്റ്റും ആണ്. ഹൈലി മാഗ്നിഫൈഡ്. ഏതോ ഹൈലി മാഗ്നിഫൈഡ്, ഒന്നിനേക്കാൾ കൂടുതലാ. ഒന്നാണെങ്കിൽ സെയിം സൈസാ, ഒന്നിനേക്കാൾ കൂടുതലാകുമ്പോൾ എന്തായിരിക്കും, വലിയ വലിപ്പല്ലേ. അപ്പം ഹൈലി മാഗ്നിഫൈഡ്. ഒരു ചോദ്യം കൂടി ഞാൻ തരാം. ആ ചോദ്യം കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചോദ്യം കൂടി ഞാൻ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ കൂടി തരാം.
ഓക്കെ, ആ ചോദ്യം കൂടി എഴുതിക്കോളൂ. An object is placed in front of a convex mirror at a distance of 18 centimeter 18, and its focal length 72 centimeter, Find position of the image, magnification and nature of the image. ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. മലയാള മീഡിയക്കാർ എഴുതിക്കോളൂ. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുന്നിൽ 18 സെൻറ്റിമീറ്റർ അകലെയായി 18 സെൻറ്റിമീറ്റർ അകലെയായി വസ്തു വെച്ചിരിക്കുന്നു. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുന്നിൽ 18 സെൻറ്റിമീറ്റർ അകലെയായി ഒരു വസ്തു വെച്ചിരിക്കുന്നു. ഫോക്കൽ ദൂരം 72 സെൻറ്റിമീറ്റർ ആയാൽ രൂപപ്പെടുന്ന പ്രതിബിംബം എത്ര അകലെ ആയിരിക്കും? ആവർത്തനവും വസ്തുവിൻ്റെ സ്വഭാവവും കണക്കാക്കുക. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആൾ ഉത്തരം പറയണം. ആദിത്യ ടി പറയൂ. ആദിത്യ ടി ഉണ്ടോ ഇവിടെ? ആദിത്യ ടി, ഇത് ഏത് മിററാണ്? കോൺവെക്സ്. അപ്പം അതിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. വെരി ഗുഡ്, പോസിറ്റീവ് ആയിരിക്കും. അപ്പം ക്വസ്റ്റ്യനില് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്. ആദിത്യ മലയാളം മീഡിയാണോ? മലയാളം മീഡിയാണ്. അപ്പൊ വേറെന്താ തന്നത്? വസ്തുവിന്റെ അകലം തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അപ്പൊ വസ്തുവിന്റെ അകലത്തെ സൂചിപ്പിക്കുന്ന സിമ്പൽ എന്താണ്? പ്രതീകം എന്താണ്? എന്താ മോളെ? യു. വെരി ഗുഡ്, യു ആണ്. അപ്പൊ യു സമം 18 സെന്റിമീറ്റർ. 18 ആണോ മൈനസ് 18 ആണോ? -18 സെന്റിമീറ്റർ. ഏത് വേഗം? ആദിത്യ എഴുതുന്ന പോലെ എല്ലാവരും എഴുതണം. ആദിത്യനോട് ചോദിച്ചേ ഉള്ളൂ. യു ഇസ് ഈക്വൽ ടു -18 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അബേയ് എഫ് എത്ര ആയിരിക്കും? പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബേയ് ഓക്കെ, അബേയ് വരുന്ന അവനിസ്
അവനിസ് ആ സാർ. അവനിസ് പറഞ്ഞോളൂ. ഇക്വേഷൻ എന്താ വരാ? ഇക്വേഷൻ എന്താ വരാന്ന് പറയൂ. അവനിസ് വേഗം പറയൂ. സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, വേഗം പറയൂ. ഓക്കെ, ഉത്തരം പറയാത്ത സ്ഥിതിക്ക് അഖില പി പറഞ്ഞോളൂ. അഖില പി പറയൂ. ഇക്വേഷൻ എന്താ വരാ? V is equal to UF by U minus F. Very good. UF divided by U minus F. അത് ആ ഇക്വേഷൻസ് വെച്ചിട്ട് എല്ലാ പ്രോബ്ലം ചെയ്യുക. ഈ ചാപ്റ്ററിൽ അത് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററുമായിട്ടുള്ള പ്രോബ്ലംസ് ഒരു 10 പ്രോബ്ലംസ് ഞാൻ തരും. അത് എഴുതി എനിക്ക് സബ്മിറ്റ് ചെയ്യണം. അത് എഴുതി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം ഞാൻ കണ്ടക്ട് ചെയ്യും എന്തായാലും. കേട്ടിട്ടുണ്ടല്ലോ? ഓക്കെ, എന്തായാലും ഓക്കെ. ഹാവ് എ നൈസ് ഡേ. Thank you, sir. Thank you, sir. വെൽക്കം. Thank you, sir. വെൽക്കം.